ഹലോ ഗൈസ്, നമുക്ക് വട യൂണിവേഴ്സിലേക്ക് ഒരു പുതിയ പ്രോഡക്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുവന്നതാണ്. ആക്ച്വലി വട യൂണിവേഴ്സിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും നമ്മൾ കൂടുതലൊന്നും പറയാനില്ല. സ്വന്തമായിട്ട് തന്നെ പല കാര്യങ്ങൾ സെൽഫ് ട്രോളായിട്ട് ഒരാളിങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുന്നിടത്ത് നമ്മളിങ്ങനെ അതിൻ്റെ പുറത്ത് എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോന്നും എനിക്കറിയത്തില്ല. പക്ഷേ വട വിറ്റ് ജീവിക്കാനായിട്ട് ഒത്തിരി പേര് ആഗ്രഹിക്കുന്നുണ്ട്. കമൻറ്റ് ബോക്സിൽ നിറച്ച് കമൻസ് വരുന്നുണ്ട്. ആ കമൻസ് മുഴുവൻ ഇങ്ങനെയാണ് പറയുന്നത്: മറ്റുള്ളവരുടെ പച്ച ഇറച്ചി വെച്ച് ജീവിക്കുന്നതിലും ഭേദം വട വിറ്റ് ജീവിക്കുന്നതാണെന്നാണ് പറയുന്നത്. ഓക്കെ, എനിക്കത് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ മറ്റുള്ളവരുടെ പച്ച ഇറച്ചി തിന്നണ്ട. പച്ച ഇറച്ചിക്കൊക്കെ നല്ല വിലയാണ്. അപ്പോൾ നിങ്ങൾ വട തന്നെ വെച്ച് തിരുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം ഞാൻ ഇവിടെ ഒരു മെഷീൻ നിങ്ങൾക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഈ മെഷീൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് നല്ലതാണ്, അത്യാവശ്യം വട ഉണ്ടാക്കാൻ നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ മെഷീൻ്റെ പരസ്യത്തിലേക്ക് നമുക്കൊന്ന് കേൾക്കാം. നാപ്തോലിന് ഈ വട മേക്കർ വെറും 199 രൂപയ്ക്ക് വാങ്ങി. ഇപ്പോൾ വീട്ടിൽ തന്നെ പെർഫെക്റ്റ് വടകൾ ഉണ്ടാക്കാം. ഇപ്പൊ എന്റെ ഭാര്യ വീട്ടിൽ തന്നെ ശരിയായ ആകൃതിയിലുള്ള ഫ്രഷ് ആരോഗ്യകരമായ മൊരിഞ്ഞ ഉഴുന്നുവടകൾ ഉണ്ടാക്കുന്നു. അതും കൈകൾ അഴുക്കാക്കാതെയും യാതൊരു ബുദ്ധിമുട്ടില്ലാതെയും. ഈ വട മേക്കറിന്റെ സൗകര്യപ്രദമായ ലിവർ ഡിസൈൻ ഇത് ഉപയോഗിക്കുന്നത് വളരെ എളുപ്പമാക്കുന്നു. മാവ് കണ്ടെയ്നറിൽ ഒഴിച്ച് ലിവർ അമർത്തുക. നടുവിൽ ദ്വാരമുള്ള പെർഫെക്റ്റ് വട്ടത്തിലുള്ള വട നേരിട്ട് ചീനച്ചട്ടിയിലേക്ക് വീഴുന്നു. മുമ്പ് വീട്ടിൽ വട ഉണ്ടാക്കുന്നത് പ്രയാസകരതും മാവ് കയ്യിൽ ഒട്ടിപ്പിടിക്കുമായിരുന്നു, ആകൃതിയും ശരിയായി കിട്ടില്ലായിരുന്നു. എന്നാൽ ഇപ്പോ ഓരോ തവണയും കൃത്യമായ ആകൃതിയിലുള്ള ഉഴുന്നോടകൾ ഉണ്ടാക്കാം. കൃത്യം റെസ്റ്റോറന്റിലേട് പോലെ. വീട്ടിൽ പെട്ടെന്ന് അതിഥികൾ വന്നാലോ, കുട്ടികൾക്ക് വൈകുന്നേരം നല്ലൊരു പലഹാരം വേണമെന്നാലോ, മിനിറ്റുകൾക്കുള്ളിൽ ചൂടുള്ള വടകൾ തയ്യാറാക്കാം. ഇത് ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് പൂർണ്ണമായും സുരക്ഷിതമാണ്. കൂടാതെ ഇത് ഭാരം കുറഞ്ഞതും ഒതുക്കമുള്ളതും വൃത്തിയാക്കാൻ വളരെ എളുപ്പമാണ്. ഇത് അടുക്കളയിൽ അഴുക്ക് കുറയ്ക്കുകയും ജോലി വേഗത്തിലാക്കുകയും ചെയ്യുന്നു. അപ്പോൾ കേട്ടില്ലേ, ആവശ്യമുള്ളവർ ബന്ധപ്പെടുക എന്ന് പറഞ്ഞാൽ വേറെ കോഡ് വേർഡൊന്നും കൊണ്ടുവരരുത്. ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ തരുന്നതായിരിക്കും. നല്ല ഇനം വടകൾ ഉണ്ടാക്കി വിൽക്കൂ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നടുക്ക് തുളയുള്ള പ്രത്യേകതരം വടകൾ ഉണ്ടാക്കാൻ പറ്റിയ ഒരു മെഷീനാണത്. വളരെ ചെറിയ വിലയാണ്, 199 രൂപയും കണ്ടേ ഉള്ളൂ. വേണ്ടവർ ബന്ധപ്പെടുക. ഞാൻ ഇന്നലെ ഒരു വീഡിയോ കാണാനിടയായി. ഇപ്പോൾ പിന്നെ നമ്മൾ കുണിച്ചേട്ടനെയും കൊണ്ടിരിക്കുകയാണ്. കുണിച്ചേട്ടൻ്റെ കാര്യം ഇവിടെ ഇരിക്കട്ടെ. ഇവളൊരു വിഷയം പറയുന്നുണ്ടേ, അതൊന്ന് കേൾക്കാം. അയ്യോ, നിന്റെ അമ്മച്ചി എവിടെ നടാൻ ഇറങ്ങിയത്? അത് നിന്റെ പെണ്ണുമ്പിളയാണ് ഇറങ്ങിയത്. എവിടെ നടാൻ ഇറങ്ങിയത്? അവരെ എന്തിനാണ് ഇറക്കി വിട്ടത്? പാവങ്ങള്. എന്നാലും ഒന്നുമല്ലല്ലോ, നിന്റെ അമ്മച്ചി അല്ലേടാ. കറക്റ്റ്, നന്നായിട്ട് നല്ല പോലെ ആ ചോദ്യം ചോദിച്ചവൻ്റെ ആണാക്കി കൊടുത്തു എന്നുള്ളതാണ്. പിന്നെ ഞാൻ ഇത് എടുക്കാനുള്ള ഒരു കാരണം എന്താണെന്നറിയാമോ? ഇതിന് 2 ദിവസം മുമ്പെയാണെന്ന് തോന്നുന്നു ഒരു പൂജ എടുപ്പോ അങ്ങനെ എന്തൊരു സംഗതി ഉണ്ടായിരുന്നല്ലോ. അതവിടെ ഏതോ ഒരു സിനിമ, ഒരു കാലത്തും പുറത്തു വരെ ഇറങ്ങാൻ സാധ്യതയില്ലാത്തൊരു സിനിമയുടെ പൂജ, അതിനകത്ത് പോയിട്ട് പുള്ളിക്കാരത്തി ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു. അത് നിങ്ങൾ കേട്ടായിരുന്നു? എനിക്ക് കുഴപ്പമില്ലടാ, വെടിയും തന്നെ കഴിക്കാൻ പറ്റും. എനിക്ക് എന്ത് കുഴപ്പം? വെടിയെന്ന് പറഞ്ഞാൽ വെടിയെന്ന് പറഞ്ഞാൽ എനിക്ക് വിഷയം ഞാൻ ഇതിലപ്പുറം കേട്ടിട്ട് ഇത് അവൾ ഈ കരിങ്കല്ലായിട്ട് ഒരു ദേഷ്യം ഇപ്പൊ സന്തോഷമില്ല. ഞാൻ പിൻ ചെയ്തിരുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അല്ലാതെ ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്. എനിക്കറിയില്ല എന്താണെന്ന് അവനൊക്കെ അറിയാം. എന്തായാലും ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് ഇറ്റ്. അവൾക്കതിൻ്റെ അർത്ഥമൊന്നും അറിയത്തില്ല, പക്ഷെ സംഗതി നമ്മളവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ഇന്നസെൻ്റ് ആയിട്ട് ചോദിക്കുന്നടാ. എടാ ഫാദർലെസ് ചെറുക്ക, നിന്റെ മുഖം ഞാൻ പബ്ലിക്കിൽ കൊണ്ടു കൊടുക്കും. നീ അവളെ വെച്ചിരിപ്പുകാരനാണെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. താടി വെച്ച കാക്കോത്തിക്കോവിലെ അപ്പൂപ്പൻ താടികൾ. പോട്ട് മോനെ ദിനേശ, നീയാണ് ഇവളെ ഇങ്ങനെ കൊണ്ടുകിടന്ന് വഷളാക്കുന്നത്. ഒന്നുമില്ലെങ്കിലും നിനക്ക് അത്യാവശ്യം മന്തിയും കുന്തിയൊക്കെ അവൻ വാങ്ങിച്ചു തരുന്നില്ലേടാ. തിന്നിട്ട് ഒരു മൂലിക്ക് കുത്തിയിരുന്നാൽ പോരട്ടെ. എന്തിനാണ് കുത്തിക്കിഴപ്പം കൊണ്ട് ആ പെണ്ണെടുത്ത് ഈ അനാവശ്യ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്? ഇത് ഞാൻ കുറച്ചേ കൊണ്ടുവന്നുള്ളൂ കേട്ടോ. വേറൊരു വീഡിയോ ഉണ്ട്, അതാണ് കോമഡി. ജട്ടി ഇടാറുണ്ടോയെന്ന് ചോദിക്കുന്നത് ഇവന് മുഴുക്ക ഈ പെണ്ണിനോട് എന്തോ അടങ്ങാത്ത കാമപ്രാന്താണ്. അതുകൊണ്ടാണ് പുറകെ നടന്ന് ഈ മൈക്കും കുത്തി കയറ്റിയിട്ട് രേണുവേച്ചി ഇത് പറ, രേണുവേച്ചി അത് പറ, ചേച്ചി ജട്ടി ഇടാറുണ്ടോ, ചേച്ചി ജട്ടി വിധവയെന്ന് പറയുന്നുണ്ടല്ലോ. ഈ മണ്ടത്തി തിരിഞ്ഞെന്ന് പറയുന്നല്ലേ. ഞാൻ ജട്ടി ഇടാറുണ്ട്, ഞാൻ ഇപ്പോഴും ഇട്ടിട്ടുണ്ട്. ഒന്നുകിൽ പൊട്ടത്തിയായിട്ട് അഭിനയിക്കുന്നു, അല്ലെങ്കിൽ എവള് ജന്മനാ പൊട്ടത്തിയാണ്. അതാണ് ഇതിൻ്റെ ശരിക്കുള്ള കഥാതന്തു. അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. രണ്ടിനും നല്ല പെടയുടെ കുറവാണ്. പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ എന്തിനാണ് ഇട്ടേന്ന് അറിയാമോ? ഇതിനകത്ത് അവൾ പറയുന്നുണ്ട് അവൾക്ക് വെടി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയത്തില്ല എന്ന്. എന്നിട്ട് പിന്നെ എന്തിനാണ് മറ്റേ വീഡിയോ വെച്ചിട്ട് അവൾ റിയാക്ട് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല.
വെടി എന്നത് നിനക്കറിയില്ല എങ്കിൽ നീ പിന്നെ എന്തിനാണ് അത് വെച്ച് നീ റിയാക്ട് ചെയ്യണത്? എന്തോ അതൊക്കെ നിങ്ങൾ തീരുമാനിക്കും. ഞാൻ കണ്ടപ്പോൾ ഞാൻ എടുത്തുകൊണ്ട് വന്ന് കാര്യം പറഞ്ഞതേ ഉള്ളൂ. പലരും വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം. പിന്നെ ഇന്നലെ നീട്ടി വലിച്ച് ഫേസ്ബുക്കിൽ ഒരു മദാമ ഭയങ്കരമായിട്ട് അങ്ങോട്ട് കമൻറ്റ് എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു. ഞാനത് എടുത്തുകൊണ്ട് വരുന്നില്ല, ഞാൻ അവളെ ഫേമസ് ആക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഫേക്കാണെന്ന് അത് തപ്പി നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി. നായരെന്നൊക്കെയാണ് വാല് വെച്ചിരിക്കുന്നത്. ഒന്നുകിൽ ശങ്കിയായിരിക്കും, അല്ലെങ്കിൽ ഇവളുടെ ഏതോ വെച്ചിരിപ്പാണ്. എന്ത് തന്നെയായിരുന്നാലും അതിനകത്ത് മുഴുക്ക എഴുതി എൻ്റെ സാരാംശം ഞാൻ നിങ്ങളോടൊന്ന് പറയാം. അതെങ്ങനെയാണ്? നിങ്ങളെ കൊണ്ടൊന്നും ഒക്കത്തില്ല. അവൾക്കെതിരെ ഒരു കേസ് കൊടുക്കാൻ പറ്റത്തില്ല. അവളെ നിങ്ങൾക്കൊരു കുന്തവും ചെയ്യാൻ ഒക്കത്തില്ല. പിന്നെ നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ പറയണതെന്നാണ് ചോദ്യം. ആ ചോദ്യത്തിനുള്ളൊരു ഉത്തരവും കൂടെ തരാം. ഇവള് ഒരു വിശുദ്ധ വിധവയാണെന്നും വിശുദ്ധിയുടെ ആ മൂർധന്യഘട്ടത്തിൽ നിൽക്കുന്ന അവളെ ജീവിക്കാൻ അനുവദിക്കാതെ അവളെ വിറച്ചി വിറ്റ് തിന്നുന്ന മറ്റുള്ളവരെ അവൾ വളരെ മൃഗീയമായി ആക്ഷേപിക്കുകയും അപരാധം പറയുകയും ചെയ്യുന്നൊരു സീനുണ്ട്. എന്നെപ്പറ്റി പറഞ്ഞതിന് അവളെ കൊണ്ട് തെളിവ് കൊണ്ടുവയ്ക്കാൻ ഇതുവരെയും പറ്റിയിട്ടില്ല. അവൾ എന്നെപ്പറ്റി പറഞ്ഞത് എനിക്ക് 4 ഭർത്താവെന്നാണ്. ഓക്കെ, പിന്നെ എൻ്റെ കാലിന് എന്തൊക്കെയോ കുഴപ്പമുണ്ടെന്നും എൻ്റെ ഉമ്മായും വാപ്പായും കള്ളക്കടത്തുകാരാണെന്നും ഒക്കെയാണ് അവൾ പറഞ്ഞത്. എൻ്റെ ഉമ്മായും വാപ്പായെയും എന്നെയും അത്രത്തോളം മോശപ്പെടുത്തി അവൾ സംസാരിച്ചപ്പോൾ അതിനെതിരെയുള്ള മറുപടിയാണ് ഞാൻ കൊണ്ടുവച്ചത്. ഇതിനു മുമ്പ് ചിന്നക്കട വെടിയോട് ഞാൻ സംസാരിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു പ്രശ്നത്തിൽ ഫാദറുമായി സംസാരിച്ച് ഫാദറിനോട് സോറി പറഞ്ഞ് നല്ല രീതിയിൽ ഇത് തീർത്ത് നെഗറ്റീവ്സ് ഒക്കെ മാറി പോസിറ്റീവ് ആക്കണം, നല്ല രീതിയിൽ വരണം, ആ പെങ്കൊച്ച് ജീവിക്കട്ടെ, അവളൊരു വിധവയല്ലേ എന്ന ടേമിൽ തന്നെയാണ് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ചിന്നക്കട വെടിക്ക് അവളൊരു കണ്ടന്റാണ്, അത് വെച്ചിട്ട് അവൾക്ക് ജീവിക്കണം. ചിന്നക്കട വെടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ പല രീതിയിലുള്ള പല വൃത്തികെട്ട രീതിയിലുള്ള പെൺകുട്ടികളുടെ ഫോട്ടോകൾ സപ്ലൈ ചെയ്യുന്ന ഒരു പ്രത്യേകതരം തള്ളയാണ്. കാരണം മക്കളുണ്ട്, 2 ആൺമക്കൾ, അവന്മാർക്ക് കാണാനുള്ള ഫോട്ടോ അവൾ തന്നെ മോർഫ് ചെയ്ത് അത് കൊടുക്കും. മറ്റുള്ളവരുടെ തല വെട്ടി ഒട്ടിക്ക്, ഇവളുടെ തന്നെ തുണിയില്ലാത്ത പിക്ചറുകൾ അവളെ കയ്യിൽ കാണും, അതങ്ങോട്ട് വെട്ടി ഒട്ടിച്ച് കൊടുക്കും. എന്നിട്ട് ഈ ചിന്നക്കട വെടി എന്ത് ചെയ്യും? മക്കളെ കൂടെ ഇരുന്ന് അതങ്ങോട്ട് ആസ്വദിക്കും. ആ മക്കൾക്ക് എന്തൊരു സന്തോഷം എന്നറിയാം. അമ്മച്ചി ഇതിൻ്റെ മൊത്തം അവകാശം എടുത്തിരിക്കുകയാണ്, സപ്ലിഫിക്കേഷനാണ്. അപ്പോൾ അവൾക്ക് അങ്ങനെ ജീവിച്ചു പോകണം. അതിൻ്റെ കൂടെ തന്നെ എന്താണ്, ഇവളെ വെറ്റ് അതിൻ്റെ പൈസയും തിന്നണം. പിന്നെ കൂട്ടുകക്ഷിയായിരിക്കും. ഈ ഒരു മൊത്തം സർക്കുലർ നിങ്ങൾ എടുത്തു നോക്കി ഞങ്ങൾക്ക് ഏകദേശം മനസ്സിലാകും. ഇതിനകത്ത് നടന്നിരിക്കുന്ന സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻസ്, അതിൻ്റെ മലയാളം നിങ്ങൾ എന്നെ ഉദ്ദേശിച്ചെടുത്തോളി. ഈ വടക്കൂട്ടായ്മ പ്ലക്കിക്കൂട്ടായ്മയെ മൊത്തം സമൂഹത്തിലേക്ക് ഞാൻ തുറന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. അതിൻ്റെ ഡ്യൂട്ടി ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, നിങ്ങളെ കൊണ്ട് ആരെ കൊണ്ടും പറ്റാത്തൊരു സാധനമല്ലേ ഇത് ഞാൻ കൊണ്ടുവന്ന് പുറത്താക്കി തന്നില്ലേ? ഇവിടെ പലരും ഇരുന്നുകൊണ്ട് പാട്ട് പാടുന്നല്ലാതെ കൃത്യമായി എവിഡൻസ് കൊണ്ടുവന്നതല്ലോ. നമ്മൾ എവിഡൻസ് കൊണ്ടുവച്ചേ. അവൾ കാപ്പി കുടിക്കാൻ പോവാൻ ഫോൺ വിളിക്കുമെന്ന് പറഞ്ഞ് അവളുടെ മാനേജറാണ് അത് നടത്തുന്നതെന്ന് പറഞ്ഞു. ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു ചേച്ചി അവളെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ സമ്മതിച്ചു. അവൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചിൻ്റെ അത്രയും ശരീരമുള്ള നടുവേദനയുള്ള സുഖമില്ലാത്തൊരു പെണ്ണാണ്, അവളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പരിപാടി പ്ലക്കിംഗ് ആണെന്ന് ആ പെണ്ണ് എന്നെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വോയിസ് ഉൾപ്പെടെ നമ്മൾ പബ്ലിക്കിലിട്ടു. ആകെ മൊത്തത്തിൽ ഇത് മൊത്തം ഒരു സർക്കുലർ ആണെന്നും ഇവറ്റകൾക്ക് ഇതാണ് തൊഴിലെന്നും ഞാൻ പബ്ലിക്കിൽ കൊണ്ട് തന്നില്ലേ? എന്നെ കൊണ്ട് അത്രയും പറ്റുള്ളൂ. പിന്നെ എന്തിനാണ് അവളെ വീട്ടിൽ കയറി തല്ലണോ? നിയമം മൂലം നിരോധിക്കപ്പെടേണ്ട കാര്യങ്ങൾക്ക് ഞങ്ങൾ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇതുവരെ ആ സൈഡിൽ നിന്ന് ആക്ഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പം ഞങ്ങൾ എന്തോ വേണം? നമ്മളെന്താ വേണം? ഇതിന് ആക്ഷൻ എടുക്കേണ്ടത് വനിതാ കമ്മീഷനാണ്, മനുഷ്യാവകാശ കമ്മീഷനാണ്. ഇതിനെതിരെയൊക്കെ ആക്ഷൻ എടുക്കേണ്ടവർ മൗനമായി ഇരിക്കുമ്പോൾ ഞങ്ങൾ എന്ത് വേണം? എൻ്റെ കാലിൻ്റെ അംഗവൈകല്യത്തിനെ കുറിച്ച് വളരെ മ്ലേച്ഛമായി ഗർജിച്ച അവൾക്കെതിരെ ഞാൻ FIR ഇട്ട് വെച്ചിട്ടുണ്ട്. അതേപോലെ പല വെടികൾ പലയിടങ്ങളിൽ ഇരുന്നു കൊണ്ട് ഗർജിച്ച സാധനങ്ങൾക്കെതിരെ ഞാൻ FIR ഇട്ടിട്ടുണ്ട്. എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പറയാറുണ്ട്, പറഞ്ഞത് ഞാൻ ചെയ്തിട്ടുമുണ്ട്. പിന്നെ 4 മാപ്പിള ഞാൻ എൻ്റെ നാട് കൊണ്ടുവന്ന് കാണിച്ചു, നാട്ടുകാരെ കൊണ്ടുവന്ന് കാണിച്ചു, വീട് കാണിച്ചു, അഡ്രസ്സ് കാണിച്ചു, പോലീസ് സ്റ്റേഷൻ പരിധി കാണിച്ചു. നിങ്ങൾ അവിടെ പോയി അന്വേഷിച്ചിട്ട് എൻ്റെ 4 ഭർത്താവിനെ കൊണ്ടുവന്ന് കാണിച്ചു തന്നാൽ മതി. ആർക്കും ബുദ്ധിമുട്ട് വേണ്ടല്ലോ. നിങ്ങൾ അവിടെ പോയി അന്വേഷിച്ച് എനിക്ക് കൊണ്ടുപോകാന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. നിൻ്റെ ഉമ്മച്ചിയെ പറ്റി പറയണത്, വാപ്പച്ചിയെ പറ്റി പറയണം, മരിച്ചുപോയ ഒരു മനുഷ്യനെ പറ്റി നിങ്ങൾക്ക് എന്തറിയാനാണ്? എൻ്റെ പള്ളിയിൽ നിന്ന് പുറത്താക്കിയ കാര്യമായി ഇതൊക്കെ പറഞ്ഞ് പല രീതി പല ദിക്കിൽ നിന്ന് കിടന്ന് ആക്രമിക്കുന്നുണ്ട്. പിന്നെ ഒരു കഴുത കുറേ നാൾ കൊണ്ടിരുന്നിട്ട് കുറേ രേഖകൾ കാണിക്കുന്നു. ഇതാണ് ആ രേഖ, ശങ്കരടിയുടെ കയ്യിലുള്ള രേഖയും കൊണ്ടുവന്നിരുന്നത്. കുറേ നാളുകൊണ്ടേ കുറേ പറയണം. അത് ഞാൻ 100 വട്ടം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വീണ്ടും വന്ന് ചോദിക്കും, അതെന്താ അവരങ്ങനെ പറയണേ? അവരിതാണ് പറയണത്. അവരും വേറെ ഒരുത്തനും കൂടെ ചേർന്ന്, പവർ എന്ന് പറയുന്ന ഒരു നാറിയും കൂടെ ചേർന്നിട്ട് ഈ പറയുന്ന പെൺകുട്ടികളെ വഴി പിഴപ്പിക്കാനുള്ള ഒരു സംഘടന ഉണ്ടാക്കി. അത്യാവശ്യം വിസ തട്ടിപ്പും കാര്യങ്ങളും ഉണ്ട്. അവളുടെ കൂടെ നിൽക്കുന്നവർ സഹകരിക്കുന്നവരും ഒക്കെ തട്ടിപ്പുകാരാണ്. എൻ്റെ കൂടെ നിൽക്കുന്നവർക്കാർക്കും അങ്ങനെ ഒരു ചരിത്രമില്ല. അതൊക്കെ ഞാൻ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു. പിന്നെ ഇത് എന്നെ ചോദിക്കുന്നവരുടെ ഞാൻ എന്ത് മറുപടി പറയാനാ? നിങ്ങൾ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം കഥകളൊക്കെ മനസ്സിലാക്കി ഞാൻ റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇതിൽ കൂടുതൽ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയണേ?
എനിക്ക് ഇത്രേ പറ്റുള്ളൂ. എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്തിട്ടുണ്ട്. കാല് വയ്യാതെ ഈ ചൂടത്ത് എന്നെ കൊണ്ട് പറ്റുന്നതിൻ്റെ പരമാവധി ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ റിയാക്ഷൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കണക്ക് അവൾ ദേ തുണിയില്ലാതെ നടക്കണം, അതൊന്നുമല്ല ഞാൻ പറയുന്നത്. അവൾ തുണിയില്ലാതെ തുണി വെച്ചോ ഒക്കെ നടക്കട്ടെ. എൻ്റെ നേരെ അവൾ കയ്യോങ്ങി അവളുടെ എന്താണ് അവളുടെ ചരിത്രവും അവളുടെ ഉപചരിത്രവും പൂർവ്വചരിത്രവും പുരാതന ചരിത്രവും പുതിയ ചരിത്രവും ഒക്കെ എടുത്തിട്ട്. പിന്നെ നിങ്ങൾക്ക് അറിവിലേക്കായി ഞാൻ ഒരു കാര്യം കൂടെ പറയാം, റിക്വസ്റ്റാണ്. ദേവി ചെയ്തത് പ്ലക്കമ്മ എന്ന് പറയുന്നത് ഈ പെണ്ണിനെ പറയണമെന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത്. രേണുവിനെയാണ് ഞാൻ പ്ലക്കമ്മ എന്ന് പറയുന്നതെന്ന് നിങ്ങൾ പലരും പറഞ്ഞ് കമൻ്റ് ഇട്ട് തെറ്റിദ്ധരിച്ച് സംസാരിക്കുന്നത് ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്. ഒരിക്കലുമല്ല, ഞാൻ രേണുവിനെ പ്ലക്കമ്മ എന്ന് ഞാൻ പറഞ്ഞിട്ടേയില്ല. അവൾക്ക് ഞാൻ അങ്ങനെ ഒരു പേര് ഇട്ടിട്ടേയില്ല. ഞാൻ പ്ലക്കമ്മ എന്ന് പറഞ്ഞത് ശാരികയാണ്. ഒരു മൊട്ടച്ചിയില്ലേ, ഇവക്ക് വേണ്ടി വക്കാലത്ത് പറഞ്ഞ ഒരു ആങ്കറായിട്ട് നടക്കുന്ന എന്തിനും പോന്ന ഒരു പ്ലക്കത്തി, അവളെയാണ് ഞാൻ പ്ലക്കമ്മ എന്ന് പറഞ്ഞത്. അവളുടെ പേരാണ് പ്ലക്കത്തി അഥവാ പ്ലക്കമ്മ. അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഈ പറയുന്ന അല്ലെങ്കിൽ അത് ഞാൻ വേണമെങ്കിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടേക്കാം. ഞാൻ അതിൻ്റെ കൂടുതൽ റിസൾട്ടൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ്. അത് ഇവളെ പറ്റി ഏറ്റവും മ്ലേച്ഛമായ ഏറ്റവും മോശമായ രീതിയിൽ ഇവളെ വെച്ച് പൊരിച്ച് അറുത്ത് കറി വെച്ച് തിന്നവളാണ് ശാരിക. എന്നിട്ട് അതിനുശേഷം അവൾക്കൊപ്പം നിന്നുകൊണ്ട് ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് പ്ലക്കിങ് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ്. ഒരു തൊഴിൽ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണല്ലോ ആ തൊഴിലിനെ ബേസ് ചെയ്തിട്ട് അതിനെ യോജിച്ച് നിൽക്കുന്നത്. അല്ലാത്തവരെന്ത് മാറി നിൽക്കത്തില്ല, നീങ്ങി നിൽക്കത്തില്ല, ചെയ്യരുതെന്ന് പറയത്തില്ലേ? പക്ഷെ അതിനെ അംഗീകരിക്കുന്ന തരത്തിൽ, അതിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന തരത്തിൽ, അതിനെ ഏറ്റവും കൂടുതൽ അക്സെപ്റ്റ് ചെയ്യുന്ന തരത്തിൽ അവർക്കൊപ്പം നിൽക്കുകയാണെങ്കിൽ അവരെ നമ്മൾ പ്ലക്കത്തികളെന്നല്ല വേറെ എന്ത് വിളിക്കണം? സോ ആ പേര് ഞാൻ ഇട്ടത് ശാരികയ്ക്കാണ്. തെറ്റിദ്ധരിച്ചിട്ട് ഇവക്കാണെന്ന് പറയരുത്. അവളെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ അങ്ങനെ പറയാറില്ല. അത് മനസ്സിലാക്കുക. ഞാൻ ഇവളെ പറ്റിയല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത്. ചിന്നക്കട വെടി എന്നുള്ളത് ഞാൻ തീർച്ചയായിട്ടും ഞാൻ രേണുവിനെ അല്ല പറഞ്ഞിട്ടുള്ളത്. എന്തിനാണ് നിങ്ങൾ എഴുതാപ്പുറം വായിക്കുന്നത്? ചിന്നക്കട വെടി ആരാണെന്ന് ചിന്നക്കട വെടിക്ക് നന്നായിട്ട് അറിയാം. ചിന്നക്കട വെടി തന്നെ അത് സമ്മതിച്ചിട്ടുമുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്താ സംശയം? അപ്പോൾ ചിന്നക്കട വെടി വേറെ, പ്ലക്കത്തി വേറെ. ഇവക്ക് ഞാനൊരു പേരേ ഇട്ടുള്ളൂ, അത് വട വെതവേന്നാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, ഇതേ ഇപ്പം ഞാൻ ആദ്യം കാണിച്ചില്ലേ, ആ വട വിൽക്കുന്ന ദിവസം ഞാൻ പറഞ്ഞത് അവൾക്ക് നല്ല തൊഴിലാണ്. അത് നാട്ടിൽ വട കിട്ടാനില്ല എന്നാണ് പറയുന്നത്. എന്തിനാ ഇപ്പോൾ 2.5 ഏക്കറിന് നടക്ക് ഒറ്റൊരു വീട്ടിനകത്ത് പോയി കിടന്ന് ആരും വട വാങ്ങിക്കത്തില്ല. അങ്ങോട്ട് മുറ്റത്തോട്ട് ഇറങ്ങി അവിടെ നല്ല ചായക്കടയുണ്ട്, അവിടെ കൊണ്ടുപോയി വട വിൽക്കാൻ പറ. അവളെ അമ്മയ്ക്കും വട വിൽക്കാം, അവളെ ചേച്ചിക്കും വട വിൽക്കാം, ഇതിന് തങ്കൂന് വരെ വട ഉണ്ടാക്കി വിൽക്കാം. അത്ര നല്ല മെഷീനല്ലേ ഞാൻ അങ്ങോട്ട് കൊടുത്തിരിക്കുന്നേ. അത് മനസ്സിലാക്കുക, അത്രയേ ഉള്ളൂ. ഈ ഒരു വിഷയം ഒന്ന് ക്ലിയറിഫൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. നമ്മുടെ പ്ലക്കത്തിയുടെ ഇവൾക്കെതിരെയുള്ള ഒരു വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതിന് ഞാൻ ഒന്ന് റിയാക്ട് ചെയ്തിടുന്നുണ്ട്, നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അപ്പം ഇത് തെറ്റിപ്പോകരുത്, ആൾ മാറിപ്പോകരുത്. ഞാൻ ഒരു കാരണവശാലും രേണുവിനെ ഇത്തരത്തിൽ മോശപ്പെടുത്താനോ അവഹേളിക്കാനോ ശ്രമിച്ചിട്ടില്ല. ഞാൻ കൊണ്ടുവച്ചത് തെളിവുകളാണ്. രേണു സംസാരിച്ച വ്യക്തിയുമായിട്ടുള്ള അയാളുടെ ചാറ്റ് ഹിസ്റ്ററിയാണ് ഞാൻ പബ്ലിക് ചെയ്തത്. അവർക്കത് ഓർമ്മയില്ലാത്ത അൽഷിമേഴ്സ് ഉള്ളത് എൻ്റെ കുറ്റമല്ല, അതവിടെയുണ്ട്. അത് AI ആണെങ്കിൽ എനിക്കെതിരെ കേസ് കൊടുക്കട്ടെ. എനിക്കത് തന്നവനും ഞാനും ഒന്നിച്ച് തൂങ്ങാൻ തയ്യാറാണ്. പ്രശ്നം കഴിഞ്ഞില്ലേ? പിന്നെ വിദേശത്ത് ഇവള് പോയി ആടിപ്പാടി കൂത്താടിയ ക്ലബിൽ അവിടെ ജോലി ചെയ്യുന്ന പെണ്ണാണ് എനിക്ക് ആ വോയിസ് തന്നത്. അവളുടെ ആ വോയിസിൽ അവൾ മുന്നോട്ട് വെച്ചതൊരു വലിയ സംഭവമാണ്. അത് സത്യത്തിൽ ആക്ഷൻ എടുക്കേണ്ടത് ദുബായ് ഗവൺമെൻറ്റാണ്. എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ അവിടെ ചെയ്തിട്ടുണ്ട്. എനിക്കറിയാം അവിടെ എന്തൊക്കെ നടക്കും, എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത്. അത് ഞാൻ ചെയ്തു വെച്ചിട്ടുകൊണ്ട് ഞാൻ മിണ്ടുന്നില്ല, മൗനം. അത്രയേ ഉള്ളൂ. പിന്നെ അടുത്ത് മറ്റൊരു പെൺകുട്ടി എന്നെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യം അവളുടേതായ, അതായത് എനിക്ക് കൺവിൻസിങ് ആവുന്ന സാധനങ്ങൾ ആദ്യം അവൾ തന്നതിന് ശേഷം തന്നെയാണ് അവളുടെ വോയിസ് തന്നിട്ടുള്ളത്. ഞാനത് പബ്ലിക് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ എന്തെങ്കിലും വരാനുണ്ട് അല്ലെങ്കിൽ പറയാനുണ്ടെങ്കിൽ നിങ്ങൾ പറ, ഞാൻ ചെയ്യാം. പിന്നെ അവളെ പിറകെ നടക്കാൻ വെറുതെ വിട്ടിട്ടെന്ന് വെച്ചാൽ അവളുടെ അടുത്ത് മിണ്ടാതെ മൂലയെ കുത്തിയിരിക്കാൻ പറ. നമ്മളൊന്നും മിണ്ടൂല. ഇനിയും ഒരിടത്ത് പോകുമ്പോൾ അവിടെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് നിന്നുകൊണ്ട് ഈ അപരാധം പറഞ്ഞാൽ നമ്മൾ തിരിച്ച് പറയും. അത്രയേ ഉള്ളൂ. എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾക്കുമുണ്ട് പേരൻസ്, ഞങ്ങൾക്കുമുണ്ട് മാനം അഭിമാനമൊക്കെ. ഞങ്ങൾ സെലിബ്രിറ്റി ഒന്നുമില്ല. ഞാൻ സെലിബ്രിറ്റി അല്ല, ഞാൻ സാധാരണ വീട്ടമ്മയാണ്. ഭർത്താവ് മരണപ്പെട്ടു പോയ 2 കുട്ടികളുടെ ആകെ ആശ്രയമായ ഒരു അമ്മയാണ്. ആ എന്നെ മോശപ്പെടുത്താവുന്നതിൻ്റെ മാക്സിമം മോശപ്പെടുത്തിയ ഒരു സ്ത്രീക്കെതിരെയാണ് ഞാൻ നിൽക്കുന്നത്. അതെൻ്റെ റൈറ്റ്സാണ്. എൻ്റെ മാനത്തിന് വില പറഞ്ഞവളുടെ മാനം എന്താണെന്ന് ഞാൻ പബ്ലിക്കിന് കൊണ്ടുവന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കുക. പിന്നെ നിങ്ങളുടെ കമൻറ്റ്സ് തെറിവിളിയല്ലേ, അതങ്ങനെ വരുള്ളൂ. കാരണം അവളിപ്പോൾ ഈ ഇടയ്ക്കൊക്കെ തെറി വിളിച്ചുകൊണ്ടുള്ള കുറേ ഇതുണ്ടല്ലോ. നെഗറ്റീവ് പബ്ലിസിറ്റി എന്നാണ് നമ്മൾ ആദ്യം മറ്റേതിനൊക്കെ വിചാരിച്ചത്. അതല്ല, നല്ല വടക്കച്ചോടാണെന്ന് മനസ്സിലായിരുന്നു. അത് ഞാൻ നിങ്ങളോട് ഒന്ന് പബ്ലിക്കിൽ പറയുകയും ചെയ്തു. അത് അവിടെ തീർന്നു. ഇനി ഈ നെഗറ്റീവ് പബ്ലിസിറ്റി, അവരുണ്ടാക്കിയെടുക്കുന്ന പബ്ലിസിറ്റി,
അതിൻ്റെ റെസ്പോൺസിബിലിറ്റി അവൾക്ക് മാത്രമാണ്. അതിനകത്ത് എനിക്ക് യാതൊരു ഉത്തരവാദിത്വവുമില്ല. ഞാൻ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം വെറുതെ പ്ലക്കമ്മ എന്ന് പറഞ്ഞ് രേണുവിനെയാണ് ഞാനത് പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് നരേറ്റ് ചെയ്യരുത്. ദയവ് ചെയ്തിട്ട് അത് പ്ലീസ് തിരുത്തുക. ശാരികയാണ് ഞാൻ പറഞ്ഞത്. ശാരികയുടെ പേരാണ് ഞാൻ പ്ലക്കമ്മ എന്ന് പറഞ്ഞത്. അതിൻ്റെ കാരണവും ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്നെ അവൾ വിളിച്ച കുറേയധികം തെറികളുണ്ട്, മനസ്സിലായില്ലേ? അതിന് മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട്. പേപ്പർ വർക്ക് ആകുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. പേര് അതിനകത്ത് പരാമർശിച്ചിട്ടില്ല. തെറിത്താത്താന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി അവൾ എന്നെ വിളിച്ച തെറിക്ക്, അത്രയും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ എന്നെ വന്നിരുന്ന് വിളിച്ച തെറിക്ക് എനിക്ക് ഇങ്ങനെയാണ് മറുപടി കൊടുക്കാൻ തന്നെ. അപ്പോൾ പ്ലക്കത്തി എവിടെ കണ്ടാലും നീ പ്ലക്കത്തിയാണ്. നിന്നെ എൻ്റെ കൈ കിട്ടിയ നിനക്ക് നല്ല പോലെ ഞാൻ പ്ലക്കിങ് എന്താണെന്ന് പഠിപ്പിച്ചു തരും. അമ്മാതിരി ഞാൻ നിന്നെ ചെയ്യുകയും ചെയ്യും. ഇനിയിപ്പോൾ നീ ലെസ്ബിയൻ ആണെന്ന് ചോദിച്ചുകൊണ്ട് വരണ്ട, അതുകൊണ്ടൊന്നുമല്ല. പിന്നെ പല കോണിൽ നിന്ന് പല രീതിയിൽ പല വായ്ത്താളങ്ങൾ പറയുന്നവർക്ക് വീടുണ്ടോ ഇല്ല, അഡ്രസ്സ് ഉണ്ടോ ഇല്ല, തന്തയുണ്ടോ ഇല്ല, പിന്നെ എന്തുണ്ട്, രേഖയുണ്ട്, രേഖ. ആ രേഖയും കൊണ്ട് അവിടെ ഇരുന്നേച്ചാൽ മതി, അത്രയേ ഉള്ളൂ. നേരിട്ട് വന്ന് നിൽക്കാൻ ആംപ്ലിഫയർ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവരി. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ആ ആംപ്ലിഫയറിന് മറുപടി കൊടുക്കും. വല്ലയിടത്തൊക്കെ ഇരുന്ന് പട്ടിച്ചാത്തം കുരയ്ക്കുന്നതാണെങ്കിൽ ബ്ലോ 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 എന്ന് കുരച്ചാൽ ഒന്നും പറയാനില്ല. വിനാശകാലേ വിപരീത ബുദ്ധി. അത്രയേ ഉള്ളൂ. പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. വീഡിയോ വെറുതെ കണ്ടിട്ട് പോകാതെ അതൊന്ന് ഹൈപ്പ് ചെയ്യണം. ഒന്നാമത്തെ കാര്യം ടാർഗറ്റഡ് ആണ്. ഡെയിലി ഒരു 50 പിന്നെ റിപ്പോർട്ടെങ്കിലും ഞാൻ എടുത്ത് ദൂരെ കളയാറുണ്ട്. ഞാൻ മേനക്കെട്ടിരിക്കുകയാണ്. വേറെ വീഡിയോ ഒന്നും പിടിക്കാതെ മേനക്കെട്ടിരുന്ന് എൻ്റെ റിപ്പോർട്ടുകൾ എടുത്ത് കളയണം. അതിന് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ കമൻസ് കൂടുതലിടുക, പിന്നെ ലൈക്സ് അടിക്കുക, ഹൈപ്പ് ചെയ്യുക. നിങ്ങളെ കമൻസ് വാല്യുബിൾ ആണ്. എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ലൈക്സ് പ്ലീസ് ലൈക്ക് ചെയ്യുക, പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക. താങ്ക് യു.